ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞമ്മക്കിവിടെ അൽഹംദുലില്ലാ റാഹത്താണ് കേട്ടോ. നമ്മളിവിടെ ഒന്ന് മത്തൻ്റെ ഇലയും ചക്കക്കുരും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് എൻ്റെ കൂട്ടുകാർക്കാണ് കാട്ടിത്തരും ചെയ്യുക. പഴയ കൂട്ടാനാണ്. എല്ലാവരും എപ്പോഴും ഉണ്ടാക്കണ കൂട്ടാനൊന്നും അല്ല, എല്ലാവർക്കും ഒന്നും അറിയില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കാണ് കാട്ടിത്തരാമെന്ന് കരുതിങ്ങാണ്ടാണ്. നമ്മൾ കുറച്ച് ഇവിടെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. ഇത്രയും മത്തൻ്റെ ഇല കണ്ടാലും കൂടുതലൊന്നും ഉണ്ടാവില്ല. അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതിന് കുറച്ച് ഉമ്മാക്കാൻ താളിച്ചാനെടുത്ത് വെച്ചാണ്. അപ്പോൾ അതാ ചക്കക്കുരു നമ്മൾ നന്നാക്കി കഴിഞ്ഞിങ്ങനെ കുക്കറിലിട്ടുങ്ങാണ്ടേ അതിക്കൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ കുറച്ച് ഉപ്പും ഒരു പച്ചമുളകും, കാരണം നമുക്ക് കൂടുതൽ എരിവ് വേണ്ട. പിന്നെ അതിൽ മുളക് ഇട്ടുങ്ങാണ്ട് കൂട്ടണിയിലേറെ ടേസ്റ്റ് ഉണ്ടാവുക പച്ചമുളക് കടിച്ചു കൂട്ടാനാട്ടോ. അപ്പോൾ അതാ അതിലുള്ള വെള്ളം തന്നെയാണ് കേട്ടോ. നമ്മൾ കുക്കറിൽ വെച്ചിരിക്കണത് വേഗം ചക്കക്കുരുണ്ട് വേവാനാണ് കേട്ടോ. മത്തൻ്റെ ഇലക്ക് അത്ര കൂടുതൽ വേവൊന്നുമില്ലല്ലോ. ഒന്ന് ഇങ്ങനെ കടന്ന് വെന്താൽ മതി. കുറച്ച് വെള്ളം വെച്ചാൽ മതി. വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതാ ഇനി നമ്മളൊന്ന് തൂമിച്ചാണ് ചെറുള്ളി അരിഞ്ഞങ്ങാണ്ടേ. ഇതിപ്പോൾ തൂമിച്ചിന് എന്താണെന്നറിയോ? തൂമിച്ചേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ ഇല്ല, കഴിഞ്ഞേക്കണു. ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു തുള്ളി ഉറ്റിച്ചാൽ മതി. എന്നാൽ അതാണ് ടേസ്റ്റ്. ഇതിലും ടേസ്റ്റ് വെളിച്ചെണ്ണ ഉറ്റിച്ചിങ്ങാണ്ട് ഇങ്ങനെ ചീനാപ്പറങ്ങി മുളക് കടിച്ചിങ്ങനെ കൂട്ടിങ്ങാണ്ട് കഞ്ഞി കുടിച്ചാനാണ്. കഞ്ഞിയാണെങ്കിലും ചോറാണെങ്കിലും. ഇതിപ്പോൾ ചീനാപ്പറങ്ങി മുളകും ഇല്ല, വെളിച്ചെണ്ണയില്ല. മുളക് ഉണ്ടാവും, തൊടു കൂടെ ഒക്കെ കാട് പിടിച്ചിക്കണം. അതിലോട്ട് പോകാൻ പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിലെ പോയിട്ടില്ല. അപ്പം ഇനി നമ്മൾ മീൻ ഇവിടെ നന്നാക്കി വെച്ചിക്കണം. അതാണ് കായം തിരുമ്പി വെക്കട്ടെ. ഇതാ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളകും പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് സുർക്കി. കുരുമുളകും പൊടിയാണ് കൂടുതൽ ഇട്ടിക്കണത് കേട്ടോ മക്കളെ. അപ്പോൾ അതാണ് കായം തിരുമ്പി കണ്ട് അവിടെ വെച്ചാൽ അതിൻ്റെ തലേന്നെ ഒന്നിട്ട് മുളക് ഇട്ടുകൊണ്ട് കറിയും വെക്കണം. അതിലാണ് ഇന്നലെ മത്തിയനും. അപ്പം എന്നാൽ ഞാൻ അതാണ് കറി വെക്കട്ടെ. പുളിങ്ങാടെ വെള്ളത്തിലിട്ട് വെച്ചിക്കണ്. ചട്ടി വെച്ചു, ഓയിലൊഴിച്ചു, 2 മണി ഉലുവ ഇട്ട് കൊടുത്തു. അതൊന്നും ചോന്ന് വന്നതിൻ്റെ ശേഷം അതിക്ക് വേണ്ട ഉള്ളിയാണ് ഇട്ടുങ്ങാണ്ട് ഉള്ളിയും പച്ചമുളകും നല്ലോണം ഒന്ന് വാട്ടണം. അത് കരിവേപ്പിൻ്റെ ഇലയാണ് ഇട്ട് കൊടുത്തു. അത് നല്ലോണം ഒന്ന് വാടിയിട്ടേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാട്ടോ. അതും ഇട്ടുകൊണ്ട് വാടിയതിൻ്റെ ശേഷം തക്കാളി ഒന്നാണ് വാട്ടണം. അതിൽ തന്നെ ഇട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ കൂടി ഒന്നും ചതച്ചിങ്ങാണ്ട് മിക്സിയിലിട്ട് അരച്ചിങ്ങാണ്ട് വെക്കും. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ വേഗം വാടി കിട്ടും കേട്ടോ. അതിക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേമാതിരി തന്നെ 1 സ്പൂൺ മുളകും പൊടി തക്കാളി ഇട്ടുകൊണ്ടേ അതൊന്നും വാടട്ടെ നല്ലോണം. എപ്പോൾ നമ്മൾ മീൻ മുളക് ഇടുമ്പോഴും ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വാടിയെങ്കിലേ ആ മുളക് ഇട്ടാൽ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. നമുക്ക് ജലദോഷം പിടിച്ചിട്ട് അതൊന്നും മാറി കിട്ടിയിട്ടില്ല മക്കളെ. ഇപ്പോൾ സ്ഥലത്തേക്ക് തന്നെ ഇപ്പോൾ ഇവിടെ ഇന്ന് നാളെ നയങ്ങാണ്ട് ദിവസങ്ങൾ ഇപ്പോൾ ഇവിടെ ആവും. എന്താ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വാടിക്കും കേട്ടോ. ഇനി ചില തക്കാളി കല്ല് മാതിരിയല്ലേ കിടക്കുക. അപ്പോൾ അങ്ങനത്തെ വാടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കുത്തി അടച്ചിങ്ങാണ്ടേ എന്താ അതിക്ക് പുളിവെള്ളം പാർന്നു. ഉപ്പ് കമ്മിയാണ്, കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിങ്ങാണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ എൻ്റെ കൂട്ടുകാർ
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മക്കളെ. ലൈക്ക് നിങ്ങൾ മറക്കരുത് കേട്ടോ. നിങ്ങൾ എപ്പോൾ കാണുകയാണെന്നുണ്ടെങ്കിലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പൊരിച്ച മസാല കൂട്ടി വെച്ച മീനും കൊണ്ട് പൊരിച്ചട്ടെ. 3 എണ്ണേ പൊരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്നലത്തെ പൊരിച്ച മീനും ഉണ്ട്. അപ്പോൾ ഇപ്പത്തിന് മാത്രം ഒരു 3 എണ്ണം പൊരിച്ചിട്ടുള്ളൂ. ബാക്കി വൈകുന്നേരത്തിന് പൊരിച്ച. അപ്പോൾ കറി ഇവിടെ ആയി. അതിക്ക് ഞാൻ അതാണ് ഇട്ട് കൊടുത്തുങ്ങാണ്ടേ മീൻ്റെ തലി ഇതൊക്കെ ഇട്ട് കൊടുത്തുങ്ങാണ്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തുകൊണ്ട് അതവിടെ ഇളക്കി മൂടി വെക്കാം. എന്താ 1 സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.